നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ, ഭക്ഷണം മുഴുവനും കഴിക്കണേ. കൂട്ടുകാർക്ക് എടുത്ത് കൊടുക്കരുത്. അപ്പൊ ഇന്നാൾ അമ്മമ്മ നിത്യാമ്മയോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ, നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നതാ ശരിയെന്ന്. അതോ? അത് സ്കൂളിൽ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിന്റെ കാര്യമല്ല. സ്കൂളിൽ നന്നായിട്ട് പഠിക്കണമെങ്കിലേ വയറ് നിറച്ച് കഴിക്കണ്ടേ, അതാണ് പറഞ്ഞത്. എല്ലാവരും ഓരോ നേരത്ത് ഓരോന്നാ പറയുന്നത്, അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതെന്താന്നറിയോ, ഈ കുഞ്ഞു തലയിൽ ആവശ്യമില്ലാത്ത അത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിച്ചിട്ടാ. അമ്മമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്നും അമ്മമ്മ എന്നെ സ്കൂളിലാക്കിയിട്ട് അമ്പലത്തിലേക്കല്ലേ പോകുന്നത്? അതെന്തിനാ? പ്രാർത്ഥിക്കാൻ. മോന് വേണ്ടിയും നിത്യാമ്മയ്ക്ക് വേണ്ടിയും ജ്യോതിയമ്മയ്ക്ക് വേണ്ടിയും ശരവണന് വേണ്ടിയൊക്കെ അമ്മമ്മ പ്രാർത്ഥിക്കണ്ടേ? എന്നാലല്ലേ ദൈവങ്ങള് എല്ലാവർക്കും നല്ലത് വരുത്തൂ. അപ്പൊ എന്റെ ക്ലാസ്സിലെ കൂട്ടുകാർക്കും ടീച്ചർമാർക്കും നല്ലത് വരാൻ ഞാൻ പ്രാർത്ഥിക്കണോ അല്ലേ? പിന്നെ പ്രാർത്ഥിക്കണം. എന്നാ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല. അമ്മമ്മയുടെ കൂടെ അമ്പലത്തിലേക്ക് വരാം. അവർക്കൊക്കെ നല്ലത് വരട്ടെ അമ്മമ്മേ. ഇത് ഞാൻ ചോദിച്ചു തുടങ്ങിയതല്ലേ? നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് പഠിക്കുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസിന് അവരുടെ പഠിപ്പാണ് കർമ്മം. അപ്പൊ എന്നെ കൊണ്ടുപോകത്തില്ലേ? ക്ലാസ് ഇല്ലാത്ത ദിവസം കൊണ്ടുപോകും. ക്ലാസ് ഇല്ലാത്ത ദിവസം എനിക്ക് ഉറങ്ങണ്ടേ, റെസ്റ്റ് എടുക്കണ്ടേ? ഇത്രയുള്ള കുട്ടികളെ ഒന്നും ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് അമ്മമ്മേ. എന്റെ മോനിപ്പോ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു. അതിനുള്ള കൂലിയൊക്കെ എന്റെ മോൻ വലുതാവുമ്പോ ദൈവം തന്നോളൂ. ദൈവത്തിനെന്താ ഇപ്പം തന്നാല്? എന്നാ മോൻ പൊയ്ക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. തൽക്കാലം മോന്റെ ടീച്ചർമാർക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടി അമ്മമ്മ പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിലേ മാത്സ് എടുക്കുന്ന ആതിര ടീച്ചർ ഇല്ലേ, ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. അതെന്താ? മിസ് ഇത്തിരി കുഴപ്പമാണെന്നേ, അനുഭവിക്കട്ടേന്ന്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. ശരി അമ്മമ്മേ. സാർ, ഒന്ന് രണ്ട് പേപ്പേഴ്സ് കൂടെ കൊണ്ടുവന്നാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ആയിക്കോട്ടെ. സാറേ, യെസ്. ഈ ഫയലിലെ ഡീറ്റെയിൽസ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഈ പേപ്പേഴ്സ് എല്ലാം അവിടെ ഓഫീസിൽ കൊടുത്താൽ മതി. ഓക്കെ സർ. പ്രപ്പോസൽ എന്തെങ്കിലും ഓക്കെ ആണ് എന്നെ അറിയിച്ചാൽ മതി. ശരി സാർ. അവരുടെ ഡിമാൻഡ്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. സാർ പറഞ്ഞതുപോലെ ക്ലിയർ ചെയ്യാം. ഓക്കെ അല്ലേ? ശരി. ശരി എന്നാ. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ജ്യോതിക്ക് ചേർന്ന പ്രൊഫൈൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ. ശരി മാഡം, ഞാൻ കുറച്ച് പ്രൊഫൈൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ്. ഓരോ ഫോട്ടോസിന്റെ ബാക്കിലും അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. മാഡം ഇരിക്കും. താങ്ക് യു. മാഡം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ.
ആ ഇയാള് എന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ തന്നെ ആദ്യമായിട്ടാ കാണുന്നേ. താൻ എന്തിനാ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ഏത് കല്യാണത്തിന്? ഞാനുമായിട്ടുള്ള വിവാഹത്തിന്. അല്ല, സെക്കൻഡ് മാരേജ് ആണെന്ന് വ്യക്തമായി പ്രൊഫൈലിൽ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്തിനാ ഈ വേഷം കിട്ടുന്നേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ഒരുത്തനായതുകൊണ്ട് എന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടാനൊക്കെ ആൾക്കാരുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.